ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ വേറൊരു ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എല്ലാ ബാങ്കിലും ക്രെഡിറ്റ് കാർഡിലും വരും. അത് വേറെ കാര്യം. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്യൂവൽ കുറേ പേര് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാവരും ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇഷ്ടം ആൾക്കാർ ഫ്യൂൽ അടിക്കുന്നുണ്ട്. അതായത് പെട്രോളും ഡീസലൊക്കെ അടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നോർമലി നമുക്ക് അതുമേ 1% സർചാർജ് വരുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾ ഫ്യൂൽ അടിക്കുമ്പോൾ 1% സർചാർജ് വരുന്നതാണ്. 1% പ്ലസ് GST വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾ ഏത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഫ്യൂൽ അടിച്ചാലും നമുക്ക് എക്സ്ട്രാ 1% ചാർജ് വരുന്നുണ്ട്. അതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 50,000 രൂപയുടെ മുകളിൽ നിങ്ങൾ അടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 1% എക്സ്ട്രാ ചാർജ് വരിക. 50,000 താഴെയാണെങ്കിൽ നമുക്ക് നോർമൽ വരുന്ന 1% സർചാർജ് മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇപ്പം നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു 49,000 രൂപയ്ക്ക് നിങ്ങൾ ഫ്യൂൽ അടിച്ചു വിചാരിക്കുക ഒരു മാസം. എല്ലാം കൂടി ഇപ്പോൾ ഒറ്റടിക്കല്ല, കുറേ വർഷമായിട്ട് നിങ്ങൾ അടിച്ച് 49,000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. നോർമൽ നമുക്ക് അടിക്കുമ്പോൾ വരുന്ന 1% പ്ലസ് GST ചാർജ് മാത്രമേ വരുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ അതിന് പകരം ഒരു മാസത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 51,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 53,000 രൂപയ്ക്ക് ബില്ലടിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 1% എക്സ്ട്രാ ചാർജ് വരും. അതായത് 590 രൂപ ഓൾമോസ്റ്റ് ഒരു GST അടക്കം നമുക്ക് എക്സ്ട്രാ ചാർജ് ഒരു മുമ്പത്തെ ഓൾറെഡി ഉള്ള 1% എക്സ്ട്രാ അല്ലാണ്ട് വേറെ എക്സ്ട്രാ 1% ചാർജ് കൂടെ വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നേക്കും നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇത് ഇനി എല്ലാ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലും വരും. അത് വേറെ കാര്യം. ഒരു ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലും വരുമല്ലോ. അത് സെയിം 590 പ്ലസ് 530 പ്ലസ് GST അടിക്കുന്ന ചാർജ് ഇട്ടാ പ്ലസ് GST വരും. അപ്പോൾ ഫ്യൂവൽ അടിക്കുന്ന എല്ലാ ബാങ്കുകളും ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഇതേപോലെ. പക്ഷേ 50,000 രൂപയ്ക്ക് അതിന്റെ മുകളിൽ അടിച്ചാൽ മാത്രമല്ല ഉള്ളൂ. അല്ലാത്തവർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ കുറേ പേര് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അവരുടെ ബിസിനസ് യൂസുകൾക്ക് പോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള എന്ന് വെച്ചാൽ അവർ ലാഭം കുറയുമ്പോൾ അവർ ഇതുപോലെ ഡിവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി പുതിയ കടർക്കും അതുമ്പോൾ നല്ല വാല്യൂ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഡിവാല്യൂ. ഇതാണ് നോർമലി എൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ഒക്കെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒക്കെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ. പക്ഷേ ഇപ്പോൾ നല്ലൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ICICI കാർഡിന് പുതിയതായിട്ട് നമ്മുടെ എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഫ്രീ കാർഡുമ്പോഴാണ് നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഓഫർ വരുന്നത് കോംപ്ലിമെന്ററി ആയിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ കുറേ പേർക്ക് ഇപ്പം ഒന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഭയങ്കര ലോ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആ വെബ്സൈറ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് HTTP അടിച്ചു കൊടുത്താലും കിട്ടും നമ്മുടെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് അതുകൂടെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതല്ലാത്ത പക്ഷം ഞാൻ വേണമെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ അപ്ലൈ ചെയ്യാനുള്ള തനിച്ചായിട്ടുള്ള ഒരു ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. എന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പോൾ കുറേ ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ എന്താ പറയുക LFT ആയിട്ട് കൊടുക്കുന്നുണ്ട്, LTF ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തലതിരിഞ്ഞു പോകും. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടും, കുറേ കാർഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എന്താ പറയുക ലിമിറ്റും കിട്ടുന്നുണ്ട്. ആകെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പിൻകോഡ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി. താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറക്കണ്ട. അടുത്ത കാണാം. ബൈ.